കണ്ണീരിലാഴ്ത്തിയ സംഭവമായിരുന്നു 2.5 വയസ്സുകാരി ദേവാനന്ദുവിന്റെ കൊലപാതകം. കൊലയ്ക്കു പിന്നിലെ ചുരുളഴിയുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സൗമ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബാലരാമപുരത്ത് കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിന്റെ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കാൻ ശ്രീധുവിന് പുറത്തുനിന്ന് സഹായം ലഭിച്ചതായി പോലീസ് വ്യക്തമാക്കി. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശ്രീധു പോലീസിന് കൈമാറിയിട്ടുണ്ട്. കുറ്റകൃത്യങ്ങൾ ശ്രീധു ഒറ്റയ്ക്കല്ലെന്നും നിഗമനത്തിൽ പോലീസ് നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്നു. അതേസമയം വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കിയ സ്ഥാപനവും പോലീസ് കണ്ടെത്തി. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം സഹായികളെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പരാതിക്കാരനായ ഷിജുവിനെ ദേവസ്വം ബോർഡിൽ ഡ്രൈവറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഈ സ്ഥാപനത്തിൽ വെച്ച് തയ്യാറാക്കിയത്. ദേവസ്വം സെക്ഷൻ ഓഫീസർ എന്ന പേരിലാണ് ശ്രീധു ഉത്തരവ് തയ്യാറാക്കിയത്. 1 വർഷം മുൻപ് ഷിജുവിന് ഉത്തരവ് കൈമാറിയിരുന്നു. 28,000 രൂപ ശമ്പളം എന്നാണ് ഉത്തരവിലുള്ളത്. ശ്രീധുവിന്റെ ഒഫീഷ്യൽ ഡ്രൈവർ എന്നാണ് നിയമനത്തെക്കുറിച്ച് പറഞ്ഞത്. ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ കാറുമായി എത്താനായിരുന്നു എപ്പോഴും നിർദ്ദേശിച്ചിരുന്നത്. അവിടെ വെച്ച് ശ്രീധു കാറിൽ കയറും. എന്നാൽ ഒരിക്കലും ഷിജുവിനെ ദേവസ്വം ഓഫീസിൽ കയറ്റിയിരുന്നില്ല എന്നും പോലീസ് വ്യക്തമാക്കി. മാത്രമല്ല, ശമ്പളത്തിൽ കുടിശ്ശിക വന്നു. അതിനെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ 1 ലക്ഷം രൂപ ഒരുമിച്ച് നൽകി. പിന്നീട് കുഞ്ഞു മരിച്ചപ്പോഴാണ് ഷിജുവിന് ഇതെല്ലാം തട്ടിപ്പാണെന്ന് മനസ്സിലായതെന്നും പോലീസ് വെളിപ്പെടുത്തി. 10 പേരാണ് ശ്രീധുവിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ശ്രീധുവിനെതിരെ പരാതിപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. നിയമനത്തിനായി ശ്രീധു 10 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ഷിജുവിന്റെ മൊഴി.